വാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. ഡൽഹിയിൽ ഏക് പേട് മാ കെ നാം പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. സംസ്ഥാനതല പരിസ്ഥിതി ദിനാഘോഷം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. ഒരു തൈ നടാം ജനകീയ ക്യാമ്പയിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടക്കമിടും. ബംഗളൂരുവിൽ ഐപിഎൽ വിജയാഹ്ലാദത്തിനിടെ തിക്കിലും തിരക്കിലും മരിച്ചവരുടെ എണ്ണം 11ആയി. 33 പേർക്ക് പരിക്ക്. ഹജ്ജ് കർമ്മത്തിലെ സുപ്രധാന ചടങ്ങുകളിലൊന്നായ അറഫ സംഗമം ഇന്ന്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാവുന്ന സമയപരിധി ഇന്ന് അവസാനിക്കും. വാർത്തകൾ വിശദമായി. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. ഭൂമിയുടെ ആവാസ വ്യവസ്ഥയും പരിസ്ഥിതിയും നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വളർത്താനും നിയന്ത്രണ നടപടികൾ ആസൂത്രണം ചെയ്യാനുമാണ് എല്ലാ വർഷവും ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുകയെന്ന ആശയത്തിലൂന്നി ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്ന പ്രമേയത്തോടെയാണ് ഈ വർഷത്തെ ദിനാചരണ പരിപാടികൾ. ചുറ്റുപാടിനും ആവാസ വ്യവസ്ഥയ്ക്കും പൊതുജനാരോഗ്യത്തിനും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉണ്ടാക്കുന്ന വിനാശകരമായ പ്രത്യാഘാതങ്ങൾ സമൂഹത്തിന്റെ ശ്രദ്ധയിലെത്തിക്കാൻ നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ. ന്യൂഡൽഹിയിലെ ഭഗവാൻ മഹാവീർ വനസ്ഥലി പാർക്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൃക്ഷത്തൈ നടുന്ന പരിപാടിക്ക് നേതൃത്വം നൽകും. ഏക് പേട് മാ കെ നാം സംരംഭത്തിന്റെ ഭാഗമായി അദ്ദേഹം പാർക്കിൽ ആൽമരത്തൈ നടും. ഡൽഹി ഗവൺമെന്റിന്റെ സുസ്ഥിര ഗതാഗത പദ്ധതിയുടെ ഭാഗമായി 200 വൈദ്യുത ബസ്സുകളും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ തിരുവനന്തപുരത്ത് രാജ്ഭവനിൽ ഫലവൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്യും. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഒരു തൈ നടാം ജനകീയ ക്യാമ്പയിൻ ക്ലിഫ് ഹൌസ് അങ്കണത്തിൽ വൃക്ഷത്തൈ നട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് 1 കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 30 വരെ ക്യാമ്പയിൻ നടത്തുന്നത്. സംസ്ഥാന പരിസ്ഥിതി മിത്ര പുരസ്കാരങ്ങളും മുഖ്യമന്ത്രി വിതരണം ചെയ്യും. പ്ലാസ്റ്റിക് ലഘൂകൃത ജീവിതശൈലി ക്യാമ്പയിനും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഗുരുവായൂർ നഗരസഭയ്ക്കാണ് തദ്ദേശ സ്ഥാപന തലത്തിൽ ഈ വർഷത്തെ പരിസ്ഥിതി മിത്രം പുരസ്കാരം. ബംഗളൂരുവിൽ ഐപിഎൽ വിജയാഹ്ലാദത്തിനിടെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ തിക്കിലും തിരക്കിലും മരണസംഖ്യ 11ആയി. 33 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 35,000-ഓളം പേർക്ക് കയറാവുന്ന സ്റ്റേഡിയത്തിലേക്ക് 3 ലക്ഷത്തിലേറെ ആളുകൾ തള്ളിക്കയറാൻ ശ്രമിച്ചതാണ് ദുരന്ത കാരണമെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അറിയിച്ചു. മരിച്ചവരുടെ ആശ്രിതർക്ക് 10 ലക്ഷം രൂപ വീതം നൽകും. ചികിത്സയിൽ കഴിയുന്നവരുടെ മുഴുവൻ ആശുപത്രി ചെലവും ഗവൺമെന്റ് നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദുരന്തത്തിൽ അനുശോചനം അറിയിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങളെ സമാശ്വസിപ്പിച്ച രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും പരിക്കേറ്റവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെയെന്നും ആശംസിച്ചു. ഭീകരതയ്ക്കെതിരായ ഇന്ത്യൻ നിലപാട് ലോകരാജ്യങ്ങൾക്ക് വിശദീകരിക്കുന്ന 7 സർവകക്ഷി സംഘങ്ങളുടെ വിദേശ സന്ദർശനം അവസാന പാദത്തിലേക്ക് പ്രവേശിച്ചു. 5 പ്രതിനിധി സംഘങ്ങൾ സന്ദർശനം പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് മടങ്ങി. ബിജെപി നേതാവ് രവിശങ്കർ പ്രസാദിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സംഘത്തിലെ അംഗങ്ങൾ ബ്രസൽസിലെ ഗവൺമെന്റ് പ്രതിനിധികളുമായി ആശയവിനിമയം നടത്തി. ഡോക്ടർ ശശി തരൂരിന്റെ നേതൃത്വത്തിൽ വാഷിംഗ്ടണിലെത്തിയ സംഘം യുഎസ് കോൺഗ്രസിലെയും ഭരണതലത്തിലെയും പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തി ഭീകരവാദത്തിനെതിരായ ഇന്ത്യൻ നിലപാട് വിശദീകരിച്ചു. തത്കാൽ ട്രെയിൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ ഇ ആധാർ ആധികാരികതാ സംവിധാനം ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. യഥാർത്ഥ യാത്രക്കാർക്ക് ആവശ്യമായ സമയത്ത് സ്ഥിരീകരിച്ച ടിക്കറ്റ് ലഭിക്കാൻ നടപടി സഹായിക്കുമെന്ന് അശ്വിനി വൈഷ്ണവ് സാമൂഹ്യമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. ഹജ്ജ് കർമ്മത്തിലെ സുപ്രധാന ചടങ്ങുകളിലൊന്നായ അറഫ സംഗമം ഇന്ന്. ഹജ്ജിന്റെ പൂർണ്ണതയ്ക്ക് അറഫ സംഗമത്തിൽ നിർബന്ധമായും പങ്കെടുക്കണം. 18 ലക്ഷത്തോളം പേർ സംഗമത്തിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്. ഇന്നലെ മിനാ താഴ്വാരത്തെ തമ്പുകളിൽ പ്രാർത്ഥനകളുമായി കഴിഞ്ഞ ഹാജിമാർ ഇന്ന് പുലർച്ചെയോടെ അറഫയിലേക്ക് നീങ്ങിത്തുടങ്ങി. ഉയർന്ന താപനില പ്രതീക്ഷിക്കുന്നതിനാൽ രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ തീർത്ഥാടകർ അറഫയിലെ ടെന്റുകളിൽ തുടരണമെന്ന് നിർദ്ദേശമുണ്ട്. ഹജ്ജ് കർമ്മത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അറഫ സംഗമത്തിൽ പങ്കെടുത്ത ശേഷം ഹാജിമാർ ഇന്ന് സന്ധ്യയോടെ മുസ്ദലിഫയിലേക്ക് പുറപ്പെടും. മുസ്ദലിഫയിൽ അന്തിയുറങ്ങി നാളെ രാവിലെ മിനായിൽ തിരികെയെത്തും. അവിടെ 3 ദിവസം താമസിച്ചാണ് ജംറയിൽ പിശാചിന്റെ പ്രതീകത്തിന് നേരെ കല്ലെറിയൽ ചടങ്ങ് പൂർത്തിയാക്കുന്നത്. തുടർന്ന് മക്കയിലെ മസ്ജിദുൽ ഹറാമിലെത്തി തവാഫും സയ്യും പൂർത്തിയാക്കുന്നതോടെ ഹജ്ജ് കർമ്മങ്ങൾക്ക് പരിസമാപ്തിയാകും. സൌദി അറേബ്യയിൽ ബലിപെരുന്നാൾ നാളെയാണെങ്കിലും കേരളം ഉൾപ്പെടെ ചിലയിടങ്ങളിൽ മറ്റന്നാളാണ് ബലിപെരുന്നാൾ ആഘോഷം.
സംസ്ഥാനത്തെ റോഡ് വികസനത്തിന് സമർപ്പിച്ച 6700 കോടി രൂപയുടെ പദ്ധതികൾക്ക് കേന്ദ്രാനുമതി ലഭിച്ചതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഡൽഹിയിൽ അറിയിച്ചു. കേരളം കേന്ദ്രത്തിന് മുന്നിൽ സമർപ്പിച്ച പദ്ധതികളിൽ 14 എണ്ണത്തിനാണ് അംഗീകാരം ലഭിച്ചത്. സിആർഐഎഫ് പദ്ധതി പ്രകാരം സംസ്ഥാനത്തിന് ലഭിക്കേണ്ട തുകയിൽ 151 കോടി രൂപ ഈ ആഴ്ച തന്നെ ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാവുന്ന സമയപരിധി ഇന്ന് വൈകിട്ട് 3-ന് അവസാനിക്കും. 18 പത്രികകളാണ് സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം സ്വീകരിച്ചത്. എൽഡിഎഫ് സ്ഥാനാർത്ഥി എം സ്വരാജ്, യുഡിഎഫിലെ ആര്യാടൻ ഷൌക്കത്ത്, എൻഡിഎ സ്ഥാനാർത്ഥി മോഹൻ ജോർജ് എന്നിവർക്ക് പുറമെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പി വി അൻവറും മത്സരരംഗത്തുണ്ട്. 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികളും മറ്റ് സ്ഥാനാർത്ഥികളും പ്രചാരണ രംഗത്ത് സജീവമാണ്. സംസ്ഥാനത്ത് കാലവർഷത്തിന് ശക്തി കുറഞ്ഞു. ഇന്ന് ഒരു ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടില്ല. ചിലയിടങ്ങളിൽ മഴ ഉണ്ടായേക്കുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കില്ല. പത്തനംതിട്ട ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന 5 സ്കൂളുകൾക്ക് ഇന്ന് ജില്ലാ കളക്ടർ അവധി നൽകി. സുരക്ഷ മുൻനിർത്തി പെരിങ്ങര കാരക്കൽ എൽപി സ്കൂളിനും അവധി നൽകിയിട്ടുണ്ട്. വെള്ളക്കെട്ടും ജലനിരപ്പും ഉയർന്ന സാഹചര്യത്തിൽ കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കാർത്തികപ്പള്ളി താലൂക്കിലെ തെക്കേക്കര ഗവൺമെന്റ് എൽപി സ്കൂളിനും ഇന്ന് അവധിയായിരിക്കും. ജില്ലയിൽ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും അവധി നൽകിയിട്ടുണ്ട്. മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല. പാലക്കാട് ജില്ലയിലെ ഉപരിതല ജലലഭ്യതയും ജലവിതാനവും ഉയർത്തുകയെന്ന ലക്ഷ്യത്തോടെ നീർധാര ജലസംരക്ഷണ പദ്ധതി മന്ത്രി എം പി രാജേഷ് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ ജില്ലാതല പരിസ്ഥിതി ദിനാചരണം മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി ഫൈസൽ അലിമുത്ത്. സുസ്ഥിര തൃത്താല പദ്ധതിയുടെ മാതൃകയിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെയും വിവിധ സർക്കാർ വകുപ്പുകളുടെയും സഹകരണത്തോടെയാണ് ജില്ലയിലാകെ നീർധാര പദ്ധതി നടപ്പിലാക്കുന്നത്. വരുന്ന 2 വർഷത്തിനുള്ളിൽ ജില്ലയിലെ ഉപരിതല ജലലഭ്യതയിലും ഭൂജല വിതാനത്തിലും കാര്യമായ മുന്നേറ്റം സാധ്യമാകും വിധമാണ് പദ്ധതി നടപ്പാക്കുക. ജില്ലയിൽ നടപ്പാക്കുന്ന ഒരു തൈ നടാം പനപർവ്വം പദ്ധതിക്കും ഇന്ന് തുടക്കമാകും. ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലെ വിദ്യാർത്ഥികൾ ശേഖരിച്ച കരിമ്പനങ്ങളുടെ വിത്ത് മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് കൈമാറിയാണ് പദ്ധതിക്ക് തുടക്കം കുറിക്കുക. ഈ കരിമ്പന വിത്തുകൾ ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള പ്രദേശങ്ങളിൽ നട്ട് പരിപാലിക്കും. ഹരിതകേരള മിഷന്റെ പച്ചത്തുരുത്തി വ്യാപന പരിപാടി കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. കണ്ണാടി വെളിച്ചം എരയോത്ത് പാലത്തിന് സമീപമാണ് പുതിയ പച്ചത്തുരുത്ത് ഒരുക്കിയത്. കണ്ണൂർ ചെങ്ങളായി ചുഴലി കാവുമ്പായി റോഡിൽ ഗർത്തം രൂപപ്പെട്ടത് സോയിൽ പൈപ്പിംഗ് പ്രതിഭാസം മൂലമാണെന്ന് വിദഗ്ധ സംഘം വിലയിരുത്തി. 5 മീറ്ററോളം ആഴത്തിലാണ് ഗർത്തമുണ്ടായത്. വിശദാംശങ്ങളുമായി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ. റോഡിന്റെ തെക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് ഗർത്തം നീണ്ടുപോകുന്നതായി വിദഗ്ധരുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. സ്ഥലത്ത് നേരത്തെ രൂപപ്പെട്ടിട്ടുള്ള സോയിൽ പൈപ്പിംഗ് മുഖേനയുള്ള കുഴൽ രൂപത്തിലുള്ള ഗർത്തത്തിലേക്ക് കനത്ത മഴയെ തുടർന്ന് ഇന്റേണൽ സീപ്പേജ് മുഖേന മണ്ണിടിഞ്ഞ് താഴ്ന്നതാകാം ഗർത്തം രൂപപ്പെടാൻ ഇടയാക്കിയതെന്ന് ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസ് കലക്ടർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. റോഡിലൂടെ കാൽനട പോലും അസാധ്യമാണെന്നും റോഡ് പൂർണ്ണമായും അടച്ചതായും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. വാഹന ഗതാഗതം നെടിയങ്ങ വഴി തിരിച്ചുവിട്ടു. 2.5 മീറ്റർ നീളത്തിലും 2.20 മീറ്റർ വീതിയിലും 3 മുതൽ 5 മീറ്റർ വരെ ആഴത്തിലുമാണ് ഗർത്തം രൂപപ്പെട്ടിട്ടുള്ളത്. 6 വർഷം മുൻപ് മെക്കാഡം ടാറിംഗ് പൂർത്തിയാക്കിയ റോഡാണിത്. ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടായ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് കുപ്പം ഭാഗം ഗതാഗതത്തിന് തുറന്നു നൽകി. തുടർച്ചയായി മണ്ണിടിഞ്ഞതിനെ തുടർന്ന് ഒരാഴ്ചയിലേറെയായി ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയായിരുന്നു. മണ്ണിടിഞ്ഞ് വീണ സ്ഥലത്ത് മണൽച്ചാക്കുകൾ അട്ടിയിട്ടാണ് സുരക്ഷയൊരുക്കിയത്. കോഴിക്കോട് ജില്ലയിൽ കൃഷി സങ്കൽപ് അഭിയാൻ ക്യാമ്പയിൻ ഇന്ന് ബാലുശ്ശേരി ബ്ലോക്കിലെ വിവിധയിടങ്ങളിൽ നടത്തും. രാവിലെ ഉണ്ണിക്കുളത്തും ബാലുശ്ശേരിയിലും ഉച്ചകഴിഞ്ഞ് ഉള്ളിയേരിയിലുമാണ് പരിപാടികൾ. ഈ മാസം 12 വരെ ജില്ലയിൽ കർഷകരും ഉദ്യോഗസ്ഥരുമടങ്ങുന്ന സംഘം കർഷകരെ നേരിൽ കണ്ട് സംവദിക്കും. കോഴിക്കോട്ടെ ഭാരതീയ സുഗന്ധവിള ഗവേഷണ സ്ഥാപനവും കൃഷി വിജ്ഞാന കേന്ദ്രവും സംയുക്തമായാണ് വികസിത് കൃഷി സങ്കൽപ് അഭിയാൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. പറമ്പിക്കുളത്തെ മാതൃക ആദിവാസി മേഖലയായി ഉയർത്തുമെന്ന് നിയമസഭാ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ സമിതി ചെയർപേഴ്സൺ കെ ശാന്തകുമാരി അറിയിച്ചു. ആനപ്പാടിയിൽ പറമ്പിക്കുളത്തെ സുങ്കം തൂണക്കടവ് ഉന്നതിയും സമിതി സന്ദർശിച്ചു. ശബരിമലയിൽ പ്രതിഷ്ഠാദിന പൂജകൾ പുലർച്ചെ ആരംഭിച്ചു. പതിവ് പൂജകൾക്ക് പുറമെ ഇന്ന് ലക്ഷാർച്ചന, കളഭാഭിഷേകം, പടിപൂജ എന്നിവയും ഉണ്ടായിരിക്കും. പമ്പയിൽ നിന്ന് വൈകിട്ട് 6 വരെ മാത്രമേ ഭക്തരെ സന്നിധാനത്തേക്ക് കയറ്റിവിടൂ. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. ഡൽഹിയിൽ ഏക് പേഡ് മാ കെ നാം പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. സംസ്ഥാനതല പരിസ്ഥിതി ദിനാഘോഷം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. ഒരു തൈ നടാം ജനകീയ ക്യാമ്പയിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടക്കമിടും.
ബംഗളൂരുവിൽ IPL വിജയാഹ്ലാദത്തിനിടെ തിക്കിലും തിരക്കിലും മരിച്ചവരുടെ എണ്ണം 11ആയി 33 പേർക്ക് പരിക്ക്. ഹജ്ജ് കർമ്മത്തിലെ സുപ്രധാന ചടങ്ങുകളിലൊന്നായ അറഫ സംഗമം ഇന്ന്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാവുന്ന സമയപരിധി ഇന്ന് അവസാനിക്കും.